ഈ വറുത്ത് വെച്ചിരിക്കുന്നതേ എന്താണെന്നറിയുമോ? ചിക്കനുമല്ല മീനുമല്ല, എന്നാൽ അതിനെക്കാട്ടി ടേസ്റ്റായിട്ട് ഒരു സാധനം വെച്ച് ഉണ്ടാക്കിയതാണ്. തിന്ന് കാണിച്ചു തരാം, എന്നിട്ട് പറയാം. ഇച്ചിരി ഒരെണ്ണം എടുത്തിട്ട് ഇച്ചിരി സോസ് മുക്കി കഴിച്ചു വയ്ക്കുക. ആണോ? തിന്നുകൊണ്ടേയിരിക്കും. ഇതെന്താ സാധനമൊന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരാം. വായോ. ആദ്യം തന്നെ നമുക്ക് ഈ ഇടിച്ചക്കയെന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ. ഇതുപോലെ കൂഞ്ഞിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്താൽ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞുതരാവേ. ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിൽ ഒരു മസാല വേണമല്ലോ. അതിനത് നമ്മൾ എടുത്തിരിക്കുന്നതിനെന്നറിയോ? മല്ലിയിലയാണേ. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു 4 കഷ്ണം ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഉള്ളത് ഒരു ചെറിയ സ്പൂൺ 1.5 സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇത്ര എടുത്ത് വെച്ചിരുന്നേ. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ഇടണേ. ഇച്ചിരിയുടെ വേണ്ടി വരും. കുറച്ച് ചെറുനാരങ്ങ നീര്, കുരു മാറ്റണേ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലേശം വെള്ളം കൂടെ ഒഴിക്കാവേ. നമുക്ക് ഈ അരച്ച് വെച്ച വെള്ളമില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പും കൂടെ വേണ്ടി വരുവേ. ഈ ചക്കയ്ക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. ഇനി നമുക്ക് നമ്മുടെ ചക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കണം. പുരട്ടണം നന്നായിട്ടൊന്ന് മസാലയൊന്ന് പിടിപ്പിക്കണം. ബാക്കി ചക്കയും കൂടെ ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്കയിൽ മസാല പുരട്ടി വെച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്ന് പെറുക്കിയിടണേ. നമ്മുടെ ഇടിച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കോരിയെടുക്കണം. എല്ലാം നമുക്കിതുപോലെ തന്നെ അങ്ങ് വറുത്തെടുക്കണേ. തിന്നുകൊണ്ടേയിരിക്കും.